ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഭസ്മക്കുളത്തിലെ സ്നാനം. ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഭസ്മക്കുളത്തിൽ സ്നാനത്തിനായി എത്തുന്നത്. റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി 9 PM ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ദിവസേന ഭസ്മക്കുളത്തിൽ എത്തുന്നത്. പണ്ട് ഭസ്മക്കുളത്തിൽ കുളിച്ച ശേഷമായിരുന്നു അയ്യപ്പ ദർശനം. അങ്ങനെ ചെയ്താൽ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്ന ഒരു വിശ്വാസം, ഭസ്മക്കുളത്തിൽ കുളിച്ചാൽ പാമ്പുമോചനമെന്ന മറ്റൊരു വിശ്വാസം. ഞാനിപ്പോ 10ാമത്തെ വർഷമാണ് ശബരിമലയ്ക്ക് വരുന്നത്. ഞാൻ എപ്പോഴും വന്ന് ഭസ്മക്കുളത്ത് കുളിക്കുന്നതാണ്. ഇവിടെ നല്ല ഇതാണ്. നമ്മൾ അയ്യപ്പനെ വന്ന് തൊഴുത് ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭസ്മക്കുളത്ത് വന്ന് കുളിക്കാറുണ്ട്. എപ്പോഴും ഇവിടെ വന്ന് കുളിച്ചാൽ എല്ലാ പാപവും ആ സ്വാമി പറഞ്ഞ പോലെ തീരുന്നാണ് വിശ്വാസം. 18 വർഷമായി ശബരിമലയിലെത്തുന്നവർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വെക്കുന്നത്. This is the 18th year, so that my Guru Swami told me that for 18th year we have to plant one small coconut tree. That's why we put this coconut tree here. This is our belief. പണ്ട് സന്നിധാനത്ത് മേൽപ്പാലത്തിന് സമീപമായിരുന്നു ഭസ്മക്കുളം. ഉരുൾക്കുഴിയിൽ നിന്നുള്ള വെള്ളമാണ് ഭസ്മക്കുളത്തിൽ എത്തിയിരുന്നത്. തിരക്കേറിയതോടെ പടിഞ്ഞാറ് ഭാഗത്തായി ജലരാശി കണ്ട ഭസ്മക്കുളം മാറ്റിസ്ഥാപിക്കുകയായിരുന്നു. ഇപ്പോൾ ശുദ്ധീകരിച്ച വെള്ളമാണ് ഭസ്മക്കുളത്തിൽ നിറയ്ക്കുന്നത്. കൈരളി ന്യൂസ്, സന്നിധാനം.